എല്ലാവർക്കും നമസ്കാരം. മറ്റ് ചില കഥകളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഒപ്പം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ എമു ചാനലുകൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ചാനലുകൾ വന്നിട്ടുണ്ട്. വിശദമായിട്ട് നമുക്ക് ഒരുപക്ഷെ ഞാൻ ഈ ശനിയാഴ്ചയുള്ള ആരിഫിൻ്റെ ലൈവിൽ ജോയിൻ ചെയ്താൽ പറയാം. പ്രത്യേകമായിട്ട് ഇവിടെ പറയാനുള്ളത് നമ്മുടെ ഹിക്കാസ് പാത്തു, അതുപോലെ പിങ്കും പാത്തു ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു മുൻ പെന്തോ ആയിട്ടുള്ള അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ചാനൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മതവിമർശനം നമ്മൾ പ്രചരിപ്പിക്കണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, വളരെ സൗജന്യമായി ചെയ്യാൻ പറ്റുന്നത് സബ്സ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരെ കേൾക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവരിൽ ചിലർ മാറി ചിന്തിച്ചേക്കാം എന്നുള്ള ലോജിക്കിൽ മതപ്രചരണം എങ്ങനെയാണോ നടക്കുന്നത് അത് തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് മതം പ്രചരിപ്പിച്ച് ഹൂറെ കൊടുക്കാനല്ല. നമുക്കങ്ങനെ വാഗ്ദാനങ്ങളൊന്നുമില്ല. മാറുന്നവർ മാറട്ടെ. അപ്പോൾ അതിന് നമ്മുടെ ഇക്കാസ് പാത്തുവിനെയും, ഞാൻ നേരത്തെ പറഞ്ഞ അരുണിൻ്റെ ഹോളി മെസ് എന്ന് പറയുന്ന ചാനലുണ്ട്, അതേപോലെ പിങ്കും പാത്തും തുടങ്ങിയ പുതിയൊരു ചാനൽ, ഇനിയും ചാനലുകൾ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയിട്ട് പാത്തു തന്നെ പറഞ്ഞ പോലെ എല്ലാ ബട്ടണുകളും അമർത്തി പൊട്ടിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പോലും ഇങ്ങനെയൊന്നും പറയാറില്ല, താഴെ എഴുതി വെക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, സപ്പോർട്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ ആദ്യത്തെ കഥയിലേക്ക് പോവാം. ഇബ്നു ഉമർ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ബഹുദൈവ ആരാധകർക്കെതിരെ പ്രവർത്തിക്കുക, മീശ വെട്ടിച്ചുരുക്കുക, താടി വളർത്തുക. അടുത്ത ഹദീസ്, മുത്തു പറഞ്ഞു, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുടി ചായം പൂശാറില്ല, അതിനാൽ അവർ ചെയ്യുന്നതിന് വിപരീതമായി നിങ്ങൾ പ്രവർത്തിക്കണം. ഇതാണ് ഇന്ന് ഈ മതം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൻ്റെ കാരണം. എന്താണത്? തട്ടമാണോ സാറേ പ്രശ്നം എന്നൊക്കെ ചോദിക്കാറില്ലേ? ഇരവാദം. അതായത് ഇവർ സ്വയം അപരവൽക്കരിക്കും, മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിൻ്റെ വിപരീത ദിശയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പച്ചയ്ക്ക് ഇവിടെ ഇയാൾ പറയുന്നുണ്ട്. ഇവിടെ രണ്ട് പ്രത്യേക വിഷയങ്ങളാണെങ്കിലും അത് തന്നെയാണ് യുക്തി. അങ്ങനെ അവർക്കെതിരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? സമൂഹത്തിൽ പല മതങ്ങളിലും പെട്ട ആളുകൾ പല കാര്യങ്ങളിൽ പല രീതിയിലുള്ള യുക്തി വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതൊരു പക്ഷേ സമൂഹത്തിൽ ഉള്ള മത ഇതരമായ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇവർക്കത് എതിർത്തുകൊണ്ടിരിക്കണം. കാരണം ഇവർ സ്പെഷ്യലാണ് എന്നുള്ള ഒരു ബോധ്യം ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കണം. എന്നിട്ടോ അവസാനം വന്നിട്ട് പറയുന്നത് എന്താ? അയ്യോ, ഞങ്ങൾ എന്തിനാണ് തുറച്ചു നോക്കുന്നത്? ഒരു തുണിയാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ. പ്രത്യേക വസ്ത്രം, പ്രത്യേക ഭക്ഷണം, പ്രത്യേകമായിട്ടുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള മുറികൾ, ഇതൊക്കെ വരണ്ടേ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മളെ ആക്കുന്ന കുറേ ചോദ്യങ്ങൾ ഇവർ ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിശ്വാസികൾ സ്വയം അപരവൽക്കരിക്കുന്നത് എന്ന് ഈ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് ഇവർക്ക് നേരെ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ വിദ്വേഷം പോലും തോന്നാനുള്ള കാരണമായിട്ട് പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. അബൂ അമ്ർ അൽ ഷെയ്ബാനി നിവേദനം. ഒരു വൃദ്ധനെ അലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് വിശ്വാസിയായി. പിന്നീട് അദ്ദേഹം മതത്തിൽ നിന്ന് തിരിച്ചുപോയി. അലി അവനോട് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ ഒരു അനന്തരാവകാശം ലഭിക്കാൻ വേണ്ടി മതം മാറി, എന്നിട്ട് നിങ്ങൾ ഞമ്മൻ്റെ മതത്തിലേക്ക് മടങ്ങുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അതായത് അലി പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചിരിക്കാം, അവളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചിരിക്കാം, അതിനാൽ നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, എന്നിട്ട് നിങ്ങൾ തിരിച്ച് മതത്തിലേക്ക് വരുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അദ്ദേഹം അഥവാ അലി വീണ്ടും ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായും മതത്തിലേക്ക് മടങ്ങുക. അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ മിശിഹായെ ഉപേക്ഷിക്കില്ല. തുടർന്ന് അലി കൽപ്പനകൾ നൽകി അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശം അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ കുട്ടികൾക്ക് നൽകി. നൈഫ് അലി ഇത് സഹീഹായി പ്രഖ്യാപിച്ചു. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് വേർഷനും. അതായത് ഒരാൾ ഒരു കുഞ്ഞാടായിരുന്നു, മൂപ്പര് ഈ മതത്തിലേക്ക് മതം മാറി, പക്ഷേ അയാൾ എന്നിട്ട് തിരിച്ചുപോയി. ആ സമയത്ത് നമ്മുടെ ജോസ് പ്രകാശ് അഥവാ അലി ചോദ്യം ചെയ്യാണ്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യം ചെയ്യലാണ്. പ്രലോഭനമാണ് ആദ്യം. അതങ്ങനെയാണല്ലോ, ചില വില്ലന്മാർ
ആദ്യം നിന്നെ ടൂൾസ് എടുക്കില്ല. എടാ നിനക്ക് പെണ്ണ് വേണോ, നിനക്ക് പണം വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ പടച്ചോൻ്റെ ഒക്കെ പോലെ അല്ലേ. എന്തായാലും അങ്ങനെയൊക്കെ ചോദിച്ച് അലി ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ്. പക്ഷെ അലി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതി വ്യത്യാസമുണ്ട്. അലി ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ മുൻ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളായിട്ട് ഒരു വയസ്സായ ആളാണ് ഇയാൾ. എന്തായാലും ഇയാളുടെ കുടുംബം ഇയാൾക്ക് സ്വത്ത് കൊടുക്കുന്നില്ല. അതാണോ തൻ്റെ പ്രശ്നം? സ്വത്ത് കിട്ടിയാൽ താൻ തിരിച്ചു വരുമോ എന്നാണ് ചോദിക്കുന്നത്. അലി അങ്ങനെ വളരെ സൈക്കോളജിക്കലി മൂവാണ്. അപ്പോൾ സ്വത്ത് കിട്ടിയാൽ താൻ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു ഇല്ല. പിന്നെ പറയുന്നു തനിക്ക് വല്ല പ്രേമബന്ധം ലൈനും വല്ലതും ഉണ്ടോ? ഇനിയിപ്പോൾ അവർ കെട്ടിച്ച് തരാത്തത് കൊണ്ടാണോ താൻ തിരിച്ചു പോകുന്നത്? കാരണം അയാൾ ആ മതം മാറിയതാണല്ലോ. അപ്പോൾ അവർക്ക് ഉള്ള ഗോത്രീയത കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ബന്ധം അവിടെ വേർപ്പെടുത്തിയത്. ഇനിയിപ്പോൾ അതാണ് നിൻ്റെ പ്രശ്നം. ഇനി അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് നീ തിരിച്ചു വരുമോ? ഹണിമൂൺ കഴിഞ്ഞാൽ നിന്നെ ഇവിടെ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് അലി ചോദിക്കുന്നത്. അപ്പോഴും പറയുന്നു ഇല്ല എന്ന്. പിന്നെ അലിയുടെ സ്വഭാവം മാറി. ഡാഷിൻ്റെ മോനെ മതത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഞാൻ തിരികെ വരുന്നില്ല, ഞാൻ മിശിഹായെ കൈവിടില്ല എന്ന് പറഞ്ഞു. മിശിഹായുടെ കാര്യം അറിയാമല്ലോ. ദൈവമേ ദൈവമേ എന്തിനെന്നെ കൈവിട്ടു എന്ന് പറഞ്ഞിട്ട് ആണി കയറി സെപ്റ്റിക്കായി മരിച്ച മനുഷ്യനാണ്. അത് പോട്ടെ, അത് വേറൊരു അതങ്ങനെ ഒരു ദൈവം പോട്ടെ. എന്തായാലും ഇയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ ദൈവത്തെ കൈവിടാൻ പറ്റില്ല, ഞാൻ ആ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അതായത് മതവിശ്വാസം കൊണ്ട് തന്നെയാണ് പുള്ളി തിരിച്ചു പോകുന്നത്, അല്ലാതെ വേറെ അലിയൊക്കെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല. പിന്നെ അലി എന്ത് ചെയ്യുന്നു? നടേശനെ വിളിക്കുന്നു, കൊല്ലാൻ പറയുന്നു. വളരെ സിമ്പിൾ. തല വെട്ടി കളഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് തന്നെ സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾ അയാളുടെ സ്വന്തം ജനിച്ചു വളർന്ന മതം വിട്ട് ഈ മതത്തിൽ ചേക്കേറുമ്പോൾ അവസ്ഥയാണ്. നമ്മൾ ജനിച്ചു വളർന്ന മതത്തിൽ നിന്ന് നമ്മൾ വിടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് അവിടുന്ന് ഒരാൾ ഈ അടുത്ത് വന്ന ആൾക്ക് പോലും തിരിച്ചു പോകാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഈ മതത്തിലേക്ക് വരുന്നവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ കാക്കമാരെന്താ പറയാറ്? മതസ്വാതന്ത്ര്യം അത് ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ടതാണ്, എല്ലാവർക്കും മതം മാറാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനി ഹിന്ദു ഒക്കെ വല്ല മണ്ടത്തരത്തിലും പെട്ട് വല്ല പ്രലോഭനങ്ങളിലും പെട്ട് അല്ലെങ്കിൽ വിവാഹമോ പ്രേമോ അങ്ങനെ എന്തെങ്കിലും ആൽക്കുലത്തിൽ പെട്ട് ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നേരെ വരുന്നൊരു ചാപ്പയാണ് നിങ്ങൾ മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നുള്ളത്. എന്നാലോ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ലോക്ക്ഡാണ്. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ലോക്ക് തുറന്നിട്ട് വിമർശിക്കും സുഹൃത്തെ. നിങ്ങളുടെ മതമാകെ നിലനിൽക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. ഇതങ്ങ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ എല്ലാതും ഒഴുകിപ്പോകും. എന്തായാലും പോട്ടെ, നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. അതാണ് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു കഥയാണ്. ഇത് നമ്മൾ സാധാരണ കരുതുന്ന പോലെ മുത്തിൻ്റെ വിഷയങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ വേദപുസ്തകമല്ല. ക്രിസ്താബ്ദം അല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷം 1200 AD ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ്. ദൈർ അബൂ സലമയിൽ ബസ്ര മേഖലയിൽ നിന്നുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ധാർഷ്ട്യവും അശ്രദ്ധയും ഉള്ളവനായിരുന്നു. സിവാക്ക് അല്ലെങ്കിൽ പല്ലിൽ കുത്തുന്ന ഒരു തരം മരത്തിൻ്റെ കൊള്ളി, അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു മരത്തിൻ്റെ കൊള്ളി, അതിൽ പുണ്യമുള്ളതും മറ്റും പരാമർശിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ദൈവമാണേ, ഞാൻ സിവാക്ക് എൻ്റെ മലദ്വാരത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ്. അങ്ങനെ അദ്ദേഹം സിവാക്ക് എടുത്ത് തൻ്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് അഥവാ അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്ത് വച്ച ശേഷം അത് പുറത്തെടുത്തു. തുടർന്നുള്ള 9 മാസങ്ങൾ അദ്ദേഹം ഇതുപോലെ തുടർന്നു. തുടർന്ന് 4 കാലുള്ള എലിയോട് സാമ്യമുള്ള ഒരു കുഞ്ഞിനെ അദ്ദേഹം പ്രസവിച്ചു. മത്സ്യത്തിൻ്റെ തല പോലെയുള്ള തലയും മുയലിൻ്റെ പിൻഭാഗവും ഉണ്ടായിരുന്നു അഥവാ ആ ജീവിക്ക്. പ്രസവിച്ചപ്പോൾ ഈ ജീവി 3 തവണ നിലവിളിച്ചു. അങ്ങനെ ആ മനുഷ്യൻ്റെ മകൾ ഇത് കേട്ട് എഴുന്നേറ്റ് അതിൻ്റെ തല തകർത്തു. അത് മരിച്ചു. പ്രസവിച്ചതിന് ശേഷം ഈ മനുഷ്യൻ 2 ദിവസം ജീവിച്ചു. 3-ാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ജീവി എന്നെ കൊന്നു, എൻ്റെ വയറ് മുറിച്ചു. ആ പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ ഇതിന് സാക്ഷ്യം വഹിച്ചു. ആ സ്ഥലത്തെ വാഗ്മികളും അങ്ങനെ തന്നെ. അവരിൽ ചിലർ ആ ജീവിയെ മരിക്കുന്നതിന് മുമ്പ് ജീവനോടെ കണ്ടു, ചിലർ അതിൻ്റെ മരണശേഷം അതിനെ കണ്ടു. ഈ കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളിത് ആസ്വദിച്ചോ? നിങ്ങൾ ചിരിച്ചോ? ചിരിക്കാത്തവരോട്
ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ വിയോജിപ്പ് അറിയിക്കുന്നു. എന്തായാലും സിവാക്ക് എന്നിവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. മുത്ത് പല്ലിൽ കുത്തി അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഒരു മരത്തിൻ്റെ കൊള്ളിയാണ് അല്ലെങ്കിൽ കമ്പാണത്. അതിനെയാണ് സിവാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അറിയാലോ, അദ്ദേഹം കുത്തിയത് കൊണ്ട് നമ്മൾ കുത്തണം. അദ്ദേഹം കുത്തിയില്ലെങ്കിൽ നമ്മൾ കുത്തരുത്. അതാണ് അതിൻ്റെ ഒരു ഇത്. 1400 വർഷം മുമ്പ് തുടങ്ങിയ കുത്തലാണ്. ഓക്കെ. ഇപ്പോഴും എല്ലിൽ കുത്തി തീർന്നിട്ടില്ല. പോട്ടെ. എന്തായാലും ആ കുത്ത് നമ്മൾ കുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഈ കൊള്ളി ആണ് സിവാക്ക്. അപ്പോൾ ബസറയിലുണ്ടായിരുന്ന നമ്മുടെ കഥാനായകൻ, അദ്ദേഹം ഒരു അലമ്പനായിരുന്നു. അപ്പോൾ മൂപ്പര് ഇത് വായിലല്ല, അല്ലെങ്കിൽ വാ ക്ലീൻ ചെയ്യാനോ വായിൽ കുത്താനോ അല്ല ഇത് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം അത് ഉപയോഗിച്ചിരുന്നത് മലദ്വാരത്തിൽ കുത്താനായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞ സാക്ഷ്യപത്രം ഇതിനകത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പോട്ടെ. അങ്ങനെ ഇദ്ദേഹം 9 മാസം ഇരുന്ന് കുത്തി. എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിനൊരു കുട്ടിയുണ്ടായി. ഈ 9 മാസം കുത്തിയതിൻ്റെ ലോജിക്ക് എനിക്കറിയില്ല. ഇവരുദ്ദേശിച്ചത് ഈ ലൈംഗിക ബന്ധവുമായിട്ടുള്ള താരതമ്യമാണെങ്കിലും ഒറ്റത്തവണ കുത്തിയാൽ പോരെ. അതെന്താണെന്ന് അറിയില്ല. ഇനി 9 മാസം ഗർഭവും ഫുൾ കൺഫ്യൂഷനാണ്. പോട്ടെ. എന്തായാലും അങ്ങനെ 9 മാസം കുത്തിയ ശേഷം എവിടെ? മലദ്വാരത്തിൽ. മലദ്വാരത്തിലാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ അതിൻ്റെ പരിണിത ഫലമായിട്ട് ക്ലൈമാക്സിൽ എന്ത് സംഭവിച്ചു? ഒരു കുട്ടി ഉണ്ടായി അയാൾക്ക്. ഈ കുട്ടി ആരായിരുന്നു? ആ കുട്ടി ഒരു എലിയായിരുന്നു. എലിയുടെ രൂപമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ശേഷം കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തല മത്സ്യത്തിൻ്റെ പോലെ, പുറം വശം മുയലിൻ്റെ പോലെ, പക്ഷെ എലി എന്നാണ് പേര്, അല്ലെങ്കിൽ ജെറി എന്നാണ് പേര്. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് ശരിയാവുന്നത്. എജ്ജാതി DNA ആയിരിക്കുമല്ലേ. തല മത്സ്യത്തിൻ്റെ പോലെ, പുറം വശം ഇതേപോലെയുള്ള ഈ മുയലിൻ്റെ പോലെ, പക്ഷെ പേര് എലി കുമാർ. ഓക്കെ, പോട്ടെ. ഇനി അതിന് ശേഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ആ എലി അല്ലെങ്കിൽ മുയൽ അല്ലെങ്കിൽ മത്സ്യം, മത്സ്യ എലി മുയൽ ജനിച്ച് ശേഷം അതിനെ കണ്ടിട്ട് ഈ ആളുടെ മകൾ, അയാളുടെ ശരിക്കുള്ള മനുഷ്യ മകൾ, ഹോമോസാപ്പിയൻസ് മകളെൻസിസ്, അവള് ഈ കുട്ടി കരയുന്നത് കണ്ടിട്ട് 3 തവണ കരഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ വികൃത രൂപം കൊണ്ടായിരിക്കാം ആ കുട്ടിയെ ഈ മകൾ കൊന്നു. അവിടെ ഒരു കൊലപാതകം കൂടി നടന്നു. അത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും അതും കൂടി ചേർത്തിട്ടുണ്ട്. ആ സംഭവം കുറേ ആളുകൾ കണ്ടു എന്നും അത് മരിക്കുന്നതിന് മുമ്പും ഈ ജീവിയെ കണ്ടവരുണ്ടെന്നും അതിനുശേഷവും ഈ ജീവിയെ കണ്ടവരുണ്ടെന്നും മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കഥ വിശ്വാസികളുമായിട്ടോ വിശ്വാസവുമായിട്ടോ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇത് എഴുതി വെച്ച ഇബ്നു കസീറിൻ്റെ ആ ലോജിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ബോധവുമാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹദീസിലോ വേദഗ്രന്ഥത്തിലോ ഉള്ള കഥയോ വിശ്വാസികൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമോ അല്ല. പക്ഷേ ഇതിലെ പല വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന വിശ്വാസികളുടെ, പ്രത്യേകിച്ച് ഇബ്നു കസീർ പോലുള്ള ഒരു മഹാപണ്ഡിതൻ, വേദപുസ്തകം വളരെ മികച്ച രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രസിദ്ധനായ പണ്ഡിതൻ്റെ തലയ്ക്കകത്തുണ്ടായിരുന്ന ഓളത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്തായാലും ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഇതുവരെ എന്നെ ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.